അമ്മയെ പുറമേ കാണുമ്പോളേ നല്ല ലുക്ക്, പൈസയ്ക്ക് ഒരു കുറവും ഇല്ല, ഇത്ര ഹാപ്പി ആയിട്ട് നടക്കുന്നു. പക്ഷെ ഞാൻ കേട്ടൊരു കഥയുണ്ടല്ലോ അമ്മയ, എന്താ ഒരു 41 രൂപയ്ക്ക് വരെ ഇല്ലാതിരുന്നൊരു ദിവസമുണ്ട്. സത്യമാണോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. എന്താണ് കഥ? അത് പറഞ്ഞൊക്കെ കരയോ? കരയാതിരിക്കാനായിട്ടൊന്ന് ബ്രീത്ത് എടുത്തോട്ടെ. അതായത് എന്നോട് ചോദിച്ചത് എന്നെ ഏറ്റവും ലൈഫിൽ വിഷമിപ്പിച്ചൊരു കാര്യം എന്ന് ചോദിച്ചപ്പം ഒറ്റയടിക്ക് തന്നെ ഞാൻ ആൻസർ ചെയ്തു, വിത്തൗട്ട് എനി ഡൗട്ട് അല്ലേ. അപ്പം അത് അത്രയും വിഷമിപ്പിച്ചുകൊണ്ട് അതെന്നും മെമ്മറിയിലുള്ളൊരു സംഭവമാണ്. എൻ്റെ സെപ്പറേഷൻ ടൈമിൽ, ജസ്റ്റ് സെപ്പറേറ്റ് ആയി നിൽക്കുന്ന ഒരു ടൈമിൽ മോൻ ഹോസ്പിറ്റലിലായി. അവന് ബ്ലഡിൽ എന്തോ ഇതിൻ്റെ പ്ലേറ്റ്ലെറ്റ്സ് എന്തോ കുറയോ കൂടുമോ, കൗണ്ട് കൂടുമോ, അങ്ങനെ എന്തോ ചെയ്തിട്ട് ഹോസ്പിറ്റലിലായി. ചെറിയ കുട്ടി, കുഞ്ഞ് വാവയാണ് അവൻ. അപ്പോൾ ആ സമയത്ത് തൃപ്പൂണിത്തുറ ദേവി ഹോസ്പിറ്റലായിരുന്നു അവനെ. അവിടെ എൻ്റെ കൂടെ പഠിച്ചൊരു കുട്ടി അവിടെ നേഴ്സായിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി മീൻസ് വീട്ടിൽ നിന്ന് പോയി വരാനും നോക്കാം. ഞാൻ ജസ്റ്റ് 3 മണിയൊക്കെ ചെയ്തിട്ട് നിൽക്കുന്ന സമയം, പോകാനും വരാനും അങ്ങനെ വീട്ടിലും വേറെ ആരും ഇല്ല, ഞാനും കുട്ടികളും മാത്രമാണ്. അപ്പോൾ അവള് പറഞ്ഞു, നീ പോയിട്ട് വാ, പോയി വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വാ, ഞാൻ നോക്കിക്കോളാം മോനെ. ഞാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും മോനൊരു മസാല ദോശ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് വന്നവർ ഫുഡിൻ്റെ ഇത് എടുക്കുമല്ലോ ആ സമയത്ത്. തിരിച്ചു വന്നിട്ട് ഞാൻ പക്ഷേ ആ സമയത്ത് പുള്ളീനെ ഞാൻ വിളിച്ചു നോക്കി. പുള്ളി എബ്രോഡ് എന്തോ പോയിരുന്നോണ്ട് പുള്ളീനെയും കിട്ടിയില്ല. അപ്പം നമുക്ക് ഡിസ്ചാർജ് ആകുന്ന ദിവസം നമ്മളൊരു കാൽക്കുലേഷൻ ഉണ്ട്, എന്തെങ്കിലും പണയം വെച്ചിട്ടാണെങ്കിൽ. അപ്പം അതുവരെ എൻ്റെ സത്യം പറഞ്ഞ പേഴ്സ് ഫുൾ തീർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഓരോരോ മെഡിസിൻസിനൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അന്ന് ഇങ്ങനെ അവനിങ്ങനെ ഓർഡർ ചെയ്ത് ഞാൻ തിരിച്ചു വന്നപ്പോ ഞാൻ ആക്ച്വലി എൻ്റെ പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ അത് ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് കൊണ്ടുവരുമ്പോൾ അപ്പം തന്നെ പേ ചെയ്യണം നമ്മൾ, പിന്നത്തേക്കല്ല. അപ്പം എൻ്റെ പേഴ്സിൽ എനിക്ക് തോന്നുന്നു മാക്സിമം എണ്ണിപ്പറക്കിയെടുത്ത ഒരു 28 രൂപ ഉള്ളൂ. അതിൽ എല്ലാ ചില്ലറൊക്കെ എടുത്തിട്ട് 28 രൂപയുള്ളൂ. അപ്പോൾ കൊച്ചിനാണെങ്കിൽ പനി വിട്ടത് ഒരിതിൽ നമുക്കൊരു കഴിക്കാനൊരു ആഗ്രഹം വരുമല്ലോ, അങ്ങനെ അവന് ഓർഡർ ചെയ്തതാണ്. അപ്പം അത് എടുക്കാൻ എൻ്റെ കയ്യിലില്ല എന്നുള്ളത് എന്നെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചു എന്ന് പറഞ്ഞാൽ, അതായത് അതൊരു ഭയങ്കര വെച്ചാൽ നമുക്ക് മറ്റ് ഫീലിംഗ് പോലെ ഒന്നുമല്ല. നമ്മുടെ കുട്ടീനെ വിശന്നിട്ട് ഫുഡ് ഓർഡർ ചെയ്തതാ, അതൊരമ്മയ്ക്ക് കൊടുക്കാൻ കഴിയാത്തത് മോശം അല്ലേ? അത്രയും വേദന ഉണ്ടായിരുന്നല്ലേ? ഇന്ന് നോക്കുമ്പോൾ 40 രൂപ. ആ ഒരു സിറ്റുവേഷൻ എന്തുവായിരുന്നു? എങ്ങനെ? അത് പറയാൻ പറ്റില്ല. ഞാൻ എന്നിട്ടത് റിയാക്ട് ചെയ്തതും മീൻസ് എൻ്റെ ആ ഒരു കൂട്ടുകാരി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവള് ഷിഫ്റ്റ് ആയി പോവുകയും ചെയ്തു, അല്ലെങ്കിൽ അവളുടെ അടുത്ത് നിന്ന് വാങ്ങായിരുന്നു. പിന്നെ എനിക്ക് അവിടെ ആരും അറിയില്ല. സി ഓഫ്കോഴ്സ് നമുക്ക് ആർക്കെങ്കിലും ചോദിക്കാം, അതെന്നാലും നമുക്ക് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നത് ഭയങ്കര ടഫായിരുന്നു. മകനോട് എന്ത് പറഞ്ഞു? ഒരു അമ്മയാണ് ആഗ്രഹിച്ച് ഫുഡ് മേടിച്ച മകനാണ്. ഡോക്ടർ പറഞ്ഞല്ലേ ലിക്വിഡ് ഫുഡേ കഴിക്കാവൂ, നമുക്ക് കഴിച്ചുകൂടാ, നമുക്ക് കഞ്ഞി ഇന്നൊരു ദിവസം കൂടി കൂട്ടിന് കഞ്ഞി കുടിക്കാം, നമുക്ക് നാളെ അമ്മ മേടിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് കഞ്ഞി 18 രൂപയാണ്, 28 രൂപയെ കയ്യിലുള്ളൂ, കഞ്ഞി ആക്കി. അത് ക്യാൻസൽ ചെയ്തു എങ്കിലും ഞാൻ എന്നിട്ട് ബാത്റൂമിൽ പോയിരുന്നു, ഞാൻ നല്ലോണം കരഞ്ഞു. ഇത് പറയുമ്പോഴും കണ്ണു നിറയുന്നുണ്ട്. അങ്ങനത്തെ സിറ്റുവേഷനിൽ പോയിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി കാശിന്റെ വില. 1 രൂപയാണെങ്കിലും ഇപ്പൊ 30 രൂപ എന്നുള്ളത് 31 രൂപ കൊടുത്താലേ ഈ ഫുഡ് തരുള്ളൂ എന്ന് പറഞ്ഞാൽ 31 വേണം. 30 രൂപ കയ്യിലുണ്ടായിട്ട് കാര്യമില്ല. ആ 1 രൂപയ്ക്ക് അവിടെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ലൈഫിൽ തന്നൊരു പാഠമായിരുന്നു അത്. അതിനകത്തുള്ളൊരു ഡീപ്പ് ഇതെന്ന് പറഞ്ഞാൽ മറ്റിപ്പം നമ്മളുടെ ഒരു പാർട്ട്ണറുമായിട്ടുള്ളതോ അല്ലെങ്കിൽ മറ്റൊരു ഇതും അല്ല. നമ്മുടെ കുഞ്ഞ് വിശന്ന് കരയുമ്പോൾ അത് ഫീഡ് ചെയ്യാന്നുള്ളത് ആണല്ലോ ജനിക്കുമ്പോൾ മുതലൊരു അമ്മയുടെ ധർമ്മം. കുഞ്ഞിനെ ഫീഡ് ചെയ്യാന്നുള്ളതാണല്ലോ അമ്മ ചെയ്യുന്ന ഒരു ഏറ്റവും വലിയ കടമ. അത് പറ്റാതായപ്പോൾ ഉണ്ടായൊരു വിഷമം ഭയങ്കര. കാണുന്ന ലുക്കൊക്കെ ഉള്ളു കേട്ടോ, അങ്ങനെ എന്നെ ജഡ്ജ് ചെയ്യണ്ട. അത് ആ സിറ്റുവേഷനൊക്കെ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് നിന്ന് തരണം ചെയ്തില്ലേ. അപ്പൊ അത് എനിക്ക് മനസ്സിലായി, പലപ്പോഴും ലൈഫിൽ മനസ്സിലായി. അപ്പൊ ഞാൻ ഈ ഇടയ്ക്കും എൻ്റെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞു, എനിക്ക് എപ്പോഴും ലൈഫിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആരോ വിഷയം എൻ്റെ കുട്ടികളാ, എൻ്റെ ഫാമിലി അല്ല. എനിക്ക് എന്റെ പിള്ളേരുണ്ടടാ, എൻ്റെ പിള്ളേരാ. അവരെന്നെ ഞാനത് അവരെ ആർക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞ് വളർത്തിയതും അതുകൊണ്ടാ. അമ്മയെ ജിഷിന്റെ ലൈഫിൽ വന്നതിന് ശേഷം ജിഷിന് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാ അമ്മയാ? ജിഷിനെ പേഴ്സണലി അറിയാവോ? അറിയാം. എന്തെങ്കിലും മാറ്റം വന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല. തോന്നിയില്ലേ? എന്ത് ജിഷിന് വന്ന മാറ്റങ്ങൾ? ആള് ഭയങ്കര ഇതായി പോയി.
മറ്റേ എടുത്തിയാട്ടമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയായിട്ട് മാറി എനിക്ക് തോന്നിയത്. ആ മാറിയില്ലേ? ഒരു വ്യക്തിയായിട്ട് മാറി എനിക്ക് തോന്നിയത്. മാറിയില്ലേ? അത് തന്നെയാണ് ആളിൽ വന്ന മാറ്റം. ഉം. അതെല്ലാരും പറയുന്നുണ്ട്. ആളില് ഭയങ്കര ചേഞ്ച് വന്നു. ഈവൻ ഇപ്പൊ ബിഗ് ബോസ് ഹൗസിനുള്ളിലാണെങ്കിലും അനുമോള് അതെ. പറയുന്നുണ്ടായിരുന്നു, ഞാൻ പരിചയപ്പെട്ടിരുന്ന ജിഷാൻ ഇങ്ങനെ ആയിരുന്നില്ല ഉം. എന്ന് പറയുന്നുണ്ട്. അതിന് ഞാൻ വായിച്ചേക്കുന്നതാണ് കേട്ടോ. നമ്മൾക്ക് കറക്റ്റ് ആപ്റ്റായിട്ടുള്ള ഒരാളുടെ അടുത്ത് എത്തുമ്പോൾ നമ്മുടെ നെർവസ് സിസ്റ്റം വരെ ഡൗൺ ആവുന്ന എന്ന് വെച്ചാൽ നമ്മൾ Okay. കാം ആവും. മനസ്സിലായോ? നിങ്ങൾ എൻ്റെ ഓറയുമായിട്ട് ചേരാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ അടുത്തിരിക്കുമ്പോൾ ഞാൻ ഇറിറ്റേറ്റ് ആവും. ആകും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ചില ആൾക്കാരുടെ അടുത്ത് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഇറിറ്റേഷൻ ഒരു നെഗറ്റീവ് തോന്നൂലേ? അതെ. അത് അത് നിങ്ങളുടെ ഇനി ആളുകളൊന്നും വേണ്ട, ഒരു റൂമിൽ ഇരുന്നാൽ പോലും അത് നിങ്ങളുടെ ഓറയുമായിട്ട് ആ വ്യക്തിയുടെ ഓറ കണക്ട് ആവാത്തത് കൊണ്ടാണ്.